ഒരു ഉത്തരവാദിത്തമായിട്ട് പെരുമാറാണ്ട്. ഇപ്പോൾ ചെയർമാൻ പറഞ്ഞ വാക്കുകളാണ്, വേണമെങ്കിൽ മേടിക്കട്ടെ ഇറങ്ങിപ്പോടാന്ന്. ഇത് ആരാ അദ്ദേഹം പറയാനായിട്ട്? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ സമ്പത്തിന് ചോദിച്ച കാശൊന്നല്ല. ഇത് കേരളോത്സവത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൊടുത്തോണ്ടിരിക്കുന്നതാണ്, അല്ലാണ്ട് ഈ വർഷം പുതുതായിട്ട് കൊണ്ടുവന്നൊന്നല്ല. അദ്ദേഹത്തിന്റെ ഒരു ധാരണയുണ്ട്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് കെട്ടിപ്പൊക്കിയെന്നൊക്കെ. അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. ഞങ്ങളെല്ലാവരും ഈ മുനിസിപ്പാലിറ്റി പെട്ട തന്നെയാണ്, ഈ മുനിസിപ്പാലിറ്റി പെട്ട യുവാക്കൾ തന്നെയാണ്. യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ, യുവാക്കളുടെ ഉന്നമനം പ്രതീക്ഷിച്ചിട്ടാണ്, ക്ലബ്ബുകളുടെ ഉന്നമനം പ്രതീക്ഷിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന ഉദ്ദേശത്തോടാണ് എന്നുണ്ടെങ്കിൽ ഈ ചെയ്തത് ഇത് വളരെ മോശമായിട്ട് നമ്മളൊക്കെ എന്തിനവിടെ ഈ ഇത്രയും കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്നതെന്ന് ചിന്തിക്കേണ്ടത്. മേക്കപ്പെട്ട കുട്ടികൾ വേദിയിലിരിക്കുന്നുണ്ട്, ആ കുട്ടികളും കൂടി കേൾക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു ധാർഷ്ട്യത്തോടുകൂടി നിനക്കൊക്കെ മേടിക്കുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ബഹിഷ്കരിച്ച് പൂർണ്ണമായിട്ട് ഒരു സമ്മാനം പോലും ഇവിടെ നിന്ന് മേടിക്കാണ്ട് ആ 5000 രൂപയുടെ കാര്യം തീരുമാനം ആക്കാത്ത അത്രയും നാളും നമ്മൾ ബഹിഷ്കരിക്കുകയാണ്. ഇതുവരെ ഇത് മേടിക്കാനും തീരുമാനിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി നഗരസഭ അങ്കണത്തിലാണ്. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്നത് ആരാന്നറിയതേ, വിശാലമായിട്ട് കണ്ടോ? ഇത് ചാലക്കുടി നഗരസഭ അതിർത്തിയിൽപ്പെട്ട ഏറ്റവും ചുറുചുറുക്കുള്ള, കലയെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ബാസ്കറ്റ്ബോളിനെ സ്നേഹിക്കുന്ന, അത്ലറ്റിക്സിനെ സ്നേഹിക്കുന്ന ക്ലബ്ബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബുകളായിട്ടുള്ള നവോദയ എന്ന് പറഞ്ഞ ക്ലബ്ബിലെ പ്രവർത്തകരും ബ്രൈറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ക്ലബ്ബിലെ പ്രവർത്തകരുമാണ് ഈ എൻ്റെ പിറകിൽ നിൽക്കുന്നത്. ഇവരാകെ വിഷമത്തിലാണ്. ഇവരുടെ ഉള്ള കഴിവുകളുടെ മുകളിൽ ചുറ്റിക്കൊണ്ട് അടിച്ച് അവരെ എങ്ങനെയെങ്കിലും പദം വരുത്താവുന്ന രീതിയിൽ അവരുടെ കഴിവുകളെ എങ്ങനെ പദം വരുത്താം എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു കസേര മനുഷ്യനായിട്ട് അധംപതിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരളോത്സവ സമാപനം. ഞാനിത് പറയുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ പറയും ഇത് ഞാനായിട്ട് എന്നും അദ്ദേഹത്തെ വിമർശിക്കാനിരിക്കുന്നത് അല്ല. അദ്ദേഹം തന്നെ കാണിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഹുങ്കും ധാർഷ്ട്യവും അഹങ്കാരവും. ഇപ്പോൾ സമ്മാനം വാങ്ങിക്കുന്ന വേദിയിൽ സമ്മാനം വാങ്ങിക്കാൻ ഈ 2 ക്ലബ്ബുകാരാണ് പ്രധാനമായിട്ട് പങ്കെടുത്തത്. ഇവരുടെ സംഘാടന മികവ് കൊണ്ടും ഇവരുടെ ഉത്തരവാദിത്തപരമായ ഇടപെടൽ കൊണ്ടും 2 ക്ലബ്ബുകളാണ് പങ്കെടുത്തത്. അവരെങ്കിലും ചേർത്ത് നിർത്തേണ്ടതല്ലേ? അവർ സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ അതാ ഈ കസേര മനുഷ്യൻ്റെ ഡയലോഗ്, വേണമെങ്കിൽ മേടിച്ചിട്ട് പോടാന്ന്. ഒരു വണ്ടിക്കച്ചവടക്കാരനുണ്ടാകേണ്ട സാമാന്യ മര്യാദയെങ്കിലും ഒരു വണ്ടിക്കച്ചവടക്കാരനുണ്ടാവേണ്ട സാമാന്യ മര്യാദയെങ്കിലും ഈ കസേര മനുഷ്യനുണ്ടായോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ യുവതലമുറയെ അപഹസിക്കുന്നതും പരിഹസിക്കുന്നതിനും വേണ്ടി ഇയാൾ പോയി നോക്കേണ്ടത് എവിടെയെന്നറിയോ? തൊട്ടടുത്തൊരു മാള പഞ്ചായത്ത്. അവിടെ നിങ്ങൾ പോയി നോക്കിക്കോ. അവിടെ എങ്ങനെയാണ് ഈ പഞ്ചായത്ത് കേരളോത്സവം നടത്തിയെന്ന്. കോൺഗ്രസിന്റെ മെമ്പർ, CPM-ന്റെ മെമ്പർ അല്ല, കോൺഗ്രസിന്റെ മെമ്പർ അവിടെ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടത്തി. തൊട്ടടുത്ത് വേറെ ഇവിടെ പഞ്ചായത്തുകളിലൊക്കെ ടൂർണമെന്റുകൾ നടത്തി, കബഡി ടൂർണമെന്റ്. ഈ ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട കായികം ഏതാ? ഫുട്ബോൾ. അതെങ്ങനെയാണ് നടത്തിയത്? ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവരിറങ്ങിപ്പോന്നു, ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഈ കേരളോത്സവത്തിന് സമ്മാനദാന ചടങ്ങിൽ ഈ 2 ക്ലബ്ബുകളും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എന്തിനാണ് ബഹിഷ്കരിച്ചതെന്നറിയോ? സാധാരണ ക്യാഷ് പ്രൈസ് കൊടുക്കാറുണ്ട്, ക്യാഷ് പ്രൈസ്. അത് ഇത്തവണ ഇല്ല. എന്നാൽ ഒരു മാന്യമായിട്ടെങ്കിലും പറഞ്ഞുകൂടല്ലേ? ഇത് സ്റ്റേജ് കയറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ മേടിച്ചിട്ട് പൊക്കോടാന്ന്. ഇത് മറ്റേ പഞ്ചറൊട്ടിച്ചിട്ട് പറഞ്ഞ പോലെ പരിപാടിയാണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. സാമാന്യമായിട്ട് വണ്ടിക്കച്ചവടക്കാരനുണ്ടാവേണ്ട സാമാന്യ മര്യാദ പോലും. ഇയാളുടെ അഹങ്കാരവും ഹുങ്കും ധാർഷ്ട്യവും ഇയാളുടെ വിചാരം ഏതാണ്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണ്ടെന്നാണ്. ഇയാൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ഭരണാധിപന്മാരുണ്ട് എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കസേര മനുഷ്യനായിട്ട് അധംപതിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഞാൻ മാത്രമല്ല പറയണേ, ബാക്കിയുള്ള എല്ലാ ആളുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭരണപക്ഷത്തുള്ള ആളുകൾക്ക് പറയാൻ പേടിയായതുകൊണ്ട് അവർ പറയാനില്ല, അത്ര മാത്രമേ ഉള്ളൂ. എനിക്കെന്തായാലും ഇവരോട് ചോദിക്കാനുണ്ട്. ഇവരിത്രയും കഷ്ടപ്പെട്ട്, ഈ ക്ലബ്ബുകൾ ഇത്രയും കഷ്ടപ്പെട്ട്, ഈ മേക്കപ്പ് ഇട്ട്, ഈ വെയിലത്തും ഇതൊക്കെ ഓടി നടന്നുണ്ടാക്കിയ സംഗതികൾക്ക് ഒരു വിലയിലാന്ന് കൽപ്പിക്കുന്നത്. ഇത്രയും മോശമായിട്ട് കേരളോത്സവം നടത്തിയ വേറൊരു സംവിധാനം ഉണ്ടോ? പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ തള്ളു തന്നെ പറഞ്ഞ് തള്ളു മനുഷ്യനായിട്ട് മാറിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, സാധാരണ താഴെത്തട്ടിൽ നിന്നും വളർന്ന് ജനകീയ മെമ്പർമാരായിട്ടുള്ള കൗൺസിലർമാർ ചാലക്കുടി നഗരസഭയിലുണ്ട്. മനസ്സിലായിണ്ട? അവരടുത്ത തവണയെങ്കിലും ഇത് നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരൊക്കെ യുവാക്കളാണ്, യുവജനങ്ങളാണ് ഒരു നഗരസഭയുടെ ഏറ്റവും വലിയ ചാലകശക്തി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്, നഗരസഭയ്ക്കും അഭിമാനിക്കാം. ഈ ജാതി തള്ളു മനുഷ്യന്മാരെയും കസേര മനുഷ്യന്മാരെയും എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കേണ്ടത് നിങ്ങളുടെ കടമയായിട്ട് മാത്രം മാറുന്നൊരു സാഹചര്യമാണുള്ളത്. ഞാനാണ് ജഡ്ജി, മനസ്സിലായിണ്ട? ഒരു ഡയലോഗ് ഒരു സംഘാടക സമിതി യോഗത്തിൽ പറഞ്ഞ ഞാനാണ് ജഡ്ജി. നിങ്ങൾ ഈ പറയുന്ന വക്കീലിനോടും ഗുമസ്തനോടും നല്ല ചോദിക്കേണ്ടത്, ജഡ്ജിയോട് നിങ്ങൾ ചോദിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ മുഴുവനും കൊണ്ട് തലക്കടിച്ചിട്ട് കാര്യമില്ല. എത്ര നാളുകൾക്ക് മുൻപാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്? എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞാനാണ് ജഡ്ജിന്ന്. അപ്പോൾ ഹൈടെക്കിനും കസേര മനുഷ്യന് ശേഷം പുതിയൊരു വാക്കും കൂടി കിട്ടി, ജഡ്ജി. ഞാൻ വേറെ ഒന്നും പറയാനില്ല. എനിക്ക് തന്നെ നാളാവുന്നു ഇതുപോലെ മനുഷ്യൻ. ജനുവരി 5 വരെ കാത്തിരിക്കുക, അല്ലാണ്ട് വേറെ ഒരു ഗതിയില്ല. ബാക്കി ഈ ക്ലബ്ബുകാരോട് ചോദിച്ചറിയാം. സമ്മാനം കിട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ബഹിഷ്കരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടത്തിപ്പ് തുടക്കം മുതൽ തന്നെ, അതായത് 6-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെ കുട്ടികൾക്ക് പരീക്ഷ. അതിൻ്റെ കൃത്യം നടുക്ക് 8-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെയാണ് ഇപ്രാവശ്യം കേരളോത്സവം വെച്ചിരിക്കുന്നത്. കേരളോത്സവത്തിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നത് തന്നെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും വിളിച്ചാലേ കുട്ടികളെയൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വിളിച്ചിരിക്കുന്നത് 2-3 ദിവസം മുമ്പാണ് ഈ കുട്ടികളെല്ലാം മീറ്റിംഗ് വിളിച്ചത്.
ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഓരോ പരിപാടികൾ നടക്കുമ്പോഴും നമ്മൾ ഓരോ പരാതിയായിട്ട് ഇവരടുത്ത് പറയുന്നുണ്ട്. ഇവർ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കോർഡിനേഷൻ്റെ ഒരു കുറവുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ബലിയാടുകളുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു നേതൃത്വം നല്ല രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്തില്ല എന്നുള്ളത് തന്നെ. ഇത് ഗവൺമെന്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നാളുകളേറെ ആയിരുന്നു. ഒരുപാട് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഇവിടെ ആദ്യത്തെ മീറ്റിംഗ് പോലും വിളിക്കുന്നത്. ആദ്യത്തെ ഇവിടെ ഗെയിംസ് നടക്കണതിന്റെ തലേദിവസമാണ് ഇതിന്റെ ആദ്യം കോർഡിനേഷൻ ഏത് ദിവസം നടത്തുന്നത് തീരുമാനിക്കുന്നത്. ഫസ്റ്റ് ഗെയിം നടക്കണതിന്റെ തലേദിവസമാണ്. അത്രയും ഉത്തരവാദിത്തരമായിട്ട് ഇത് രാവിലെ നമുക്കറിയാം ഇവിടെ ബാസ്കറ്റ് ബോൾ നടന്ന സമയത്ത് റഫറി പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫോൺ വിളിച്ചിട്ടാണ് റഫറിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ കളി നടത്തിയത്. ആർക്കോ വേണ്ടിയിട്ട് ഒരു ചടങ്ങ് നടത്തുന്ന ഇവിടെ നടക്കുന്നത്. ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് നഗരസഭയുടെ പ്രവർത്തനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് അവർക്ക് ഒട്ടും താല്പര്യമില്ല. അത് എന്തുകൊണ്ടാണ് നമുക്കുള്ളത് അറിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ 4-5 ക്ലബ്ബുകൾ പങ്കെടുത്ത സ്ഥാനത്ത് ഇപ്രാവശ്യം ഒറ്റൊരു ക്ലബ്ബ്, നമ്മുടെ നവോദയ എന്ന് പറയുന്ന ക്ലബ്ബ്, അതേപോലെ ബ്രൈറ്റ് സ്റ്റാർ ക്ലബ്ബ്, ഇങ്ങനത്തെ 2 ക്ലബ്ബ്. ബ്രൈറ്റ് സ്റ്റാർ ക്ലബ്ബ് അത്ലറ്റിക്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ക്ലബ്ബുകളുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇപ്പോൾ അത് അനിൽ സാർ അവിടെ സംസാരിക്കുമ്പോഴും പറഞ്ഞു പല ക്ലബ്ബുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരത് ഗ്രൂപ്പിൽ പറയുന്നുണ്ടെങ്കിൽ പരിശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, പക്ഷെ നമ്മ ഇങ്ങനെ പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാഷ് പ്രൈസ് എല്ലാ വർഷവും 5000 രൂപ ഫസ്റ്റ് പ്രൈസിനും, ഓവറോൾ നേടുന്നതിന് 5000 രൂപയും, 2ാം സ്ഥാനത്തിന് 3000 രൂപയും, 3ാം സ്ഥാനത്തിന് 2000 രൂപയും വെച്ച് എല്ലാ വർഷവും തരുന്നതാണ്. ഈ വർഷം അതിപ്പോൾ ഞങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ചെയർമാൻ പറഞ്ഞൊരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് ആ വേദിയിൽ നാളെ ഇറങ്ങി പോവുക ചെയ്തത്. നിനക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോടാ, അല്ലെങ്കിൽ ആരെ നീ ഭീഷണിപ്പെടുത്തണം പോടാന്നിട്ട് ആരെ ഭീഷണിപ്പെടുത്തുന്ന അത്രയും മോശമായിട്ട് സമ്മാനം കൊടുക്കുന്ന വേദിയിൽ സമ്മാനം കൊടുക്കുന്ന വേദിയിൽ ഇറങ്ങിപ്പോയാൽ സമ്മാനം കൊടുക്കണ വേദിയിൽ സൗകര്യം ഉണ്ടെങ്കിൽ മേടിക്കണം കൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അത്ര അവിടെ പരിപാടി അവതരിച്ച കലാകാരിമാരും മേക്കപ്പ് ഇട്ടിരിക്കുന്ന സ്റ്റേജിലുള്ള വേദിയിലാണ് ഈ സംഭവം നടന്നത്. അതിലിരിക്കുന്ന 95% സമ്മാനങ്ങളും ഒന്ന് ബ്രൈറ്റ് സ്റ്റാർ, 2 നവോദയ ക്ലബിനുള്ളതാണ്. ആ സമ്മാനങ്ങൾ 2 ക്ലബ്ബും കൂടി ബഹിഷ്കരിച്ചതോടുകൂടി ഇപ്പോൾ ആ സമ്മാനങ്ങൾ 5% മാത്രമാണ് കൊടുക്കുന്ന സമ്മാനങ്ങൾ. ബാക്കി എല്ലാ സമ്മാനങ്ങളും അവിടെ ഇരിക്കും. വേണ്ട, ഇവനൊരു ഫുട്ബോൾ കളി നടത്തി. ഫുട്ബോൾ കളിക്ക് എല്ലാ കളികളും കഴിയുമ്പോൾ 2 ബോൾ ഉണ്ടാവും. ഒരു ബോൾ 2 ടീമിന് വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ അവിടെ തരില്ല, അങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഫുട്ബോൾ കളിക്കുക? ഒരു നെറ്റ് പോലും ഉണ്ടായില്ല ഒരു പോസ്റ്റില്. ഒരു കുട്ടീനെ മേക്കപ്പ് ഇട്ട് നമുക്ക് ഇറക്കാനായിട്ട് വരുന്നത് 2500 രൂപയാണ്. ഒരു ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ ചിലവ് വരുന്നത് 2500 രൂപ. ഇവർ വരുന്ന 5000 രൂപ മോഹിച്ചിട്ടൊന്നല്ല ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് 55,000 60,000 രൂപ ഒരു ക്ലബ്ബിന് ചിലവ്. കഴിഞ്ഞ വട്ടം അത്ര, ഈ വട്ടം ക്ലബ്ബുകൾ കുറവായതുകൊണ്ട് നമുക്ക് അത്ര വന്നിട്ടില്ല. കഴിഞ്ഞ വട്ടം 55,000 രൂപ ചിലവ്. ഇവർ വരുന്ന 5000 രൂപ വെച്ച് നമുക്കൊരു 2 കുട്ടിയുടെ മേക്കപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കത് കിട്ടുമ്പോൾ ഒരു സന്തോഷം. 5000 കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമെങ്കിലും മേടിച്ച് കൊടുക്കാമല്ലോ, അത് ഉദ്ദേശിച്ചാണ്. അപ്പോൾ അത് ചോദിച്ച സമയത്ത് ഞങ്ങൾ മുൻകൂട്ടി പറയണ്ടായി, ഞങ്ങൾക്ക് ഓവറോൾ തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്യാഷ് പ്രൈസും കൂടി വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഇത് വേണ്ട, ഞങ്ങൾ ഒന്നും മിണ്ടാതെ സീൻ ഉണ്ടാക്കാതെ പുറകെ കൂടെ ഇറങ്ങി പൊക്കോളാന്നാണ് പറഞ്ഞത്. അത് ഇവിടുത്തെ ഒരു കൗൺസിലറുടെ അടുത്താണ് പറഞ്ഞത്. ആള് വളരെ സൗമ്യമായിട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ചെയർമാൻ അത് കഴിഞ്ഞ് നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റിയിട്ടാണ് പറഞ്ഞത് പൈസ തരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, ആകെ 2 ലക്ഷം രൂപയെ നമുക്ക് കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. 2 ലക്ഷം രൂപയ്ക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നും കൂടി നമുക്കറിയണ്ടേ. ഇവർക്ക് 2 ലക്ഷം രൂപ, ആകെ ഒരു ക്ലബ്ബാണ് മര്യാദയ്ക്ക് പങ്കെടുത്തിട്ടുള്ളത്. എന്താണ് 2 ലക്ഷം രൂപയ്ക്ക് ഇവർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ചെയ്തു. കഴിഞ്ഞ വർഷം ഈ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടും നമുക്ക് 5000 രൂപയും 3000 രൂപ 2000 രൂപ വെച്ച് ക്യാഷ് പൈസ തന്നിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് 2 ലക്ഷം രൂപ എവിടെ ചിലവായെന്ന് നമുക്കറിയാം. അതെന്തായാലും ഞങ്ങൾ വിവരാവകാശം വെക്കുന്നുണ്ട്, എങ്ങനെയാണ് ചിലവായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സമ്മാനം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലബിൻ്റെ ഒക്കെ സമ്മാനം ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് 12 മണി തൊട്ട് കാത്തിരിക്കുന്നതാണ് ചെയർമാൻ. സമ്മാനദാനം ചെയർമാൻ വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, നമുക്ക് അതിലൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ 3 മണിക്ക് അടുത്തായി സമ്മാനദാനം തുടങ്ങിയപ്പോൾ 3 മണിയായപ്പോഴാണ് പറയുന്ന ക്യാഷ് പ്രൈസ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇരിക്കണതിൽ അർത്ഥമില്ലല്ലോ. ഇവര് പറയണ ഓരോ നിബന്ധനകളും, ഇന്ന് കളി നടക്കില്ല, ഇന്ന് മറ്റേ ഇതില്ല, ഓക്കെ ശരി എന്നാൽ നാളേക്ക് നടത്തട്ടെ, കുട്ടികളുടെ എക്സാം മാറ്റി വെച്ച്, ജോലി മാറ്റി വെച്ച്, ലീവ് എടുത്ത്, ഇത്രയും കഠിന പ്രയത്നം നടത്തുന്ന അതിന്റെ പിന്നിൽ നമ്മൾ ഓരോ കുട്ടികളെ ഇവിടെ ഓരോ പരിപാടിയിൽ പങ്കെടുപ്പിക്കൊണ്ടിരുന്നത്. 1500 meter men. First prize Sujit PS, Navodaya. Second prize Jerin Jos, Navodaya. Fourth Zayumar, Navodaya. 400 meter men. First prize 1500 meter senior girls. First prize Niti Chandran. Second prize Gomati S. Third prize Durga Lakshmi K. Navodaya. 1500 meter senior boys. Aravind TJ first prize. Second prize Shabrinath S. Nair.